ഒരു കാര്യമുണ്ട്, മറ്റൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട നസീർക്കയ്ക്ക് ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. അതെ, ഇന്നലെയാണ് ബർത്ത്ഡേ എങ്കിലും പക്ഷേ ഇന്നാണ് നമുക്ക് കൈ കിട്ടിയത്. സോ നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. റൈറ്റൽ ടീം കോട്ടയം നസീറിന്റെ ബിലേറ്റഡ് ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു കേക്ക് നസീർക്കയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. തൃപ്പൂണിത്തറ മെട്രോ പില്ലർ നമ്പർ 1000, കുസാറ്റ് ജംഗ്ഷൻ, കളമശ്ശേരി, നെടുമ്പാശ്ശേരി, അവന്യൂസ് മാൾ, മസ്കറ്റ് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന കേക്ക് റീൽസ് എന്ന് പറയുന്ന എന്റെ സ്വന്തം കടയെന്നുള്ള കേക്കാണ്. ചെറിയ പരസ്യം പോട്ടെ എന്ന് ഓർത്തിട്ട് നടക്കട്ടെ. ഇതെല്ലാരും കേൾക്കണം. അല്ല, മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് നമ്മുടെ അലിയുടെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പൊ ശരിക്കും ഇത് അലിക്ക് വേണ്ടി മേടിച്ചതാണോ എനിക്ക് വേണ്ടി മേടിച്ചതാണോ എന്നറിയണം. വരൂ, എല്ലാരും വരൂ. രണ്ടുപേരും കൂടെയാണ്. മനോഹരമായ കേക്കുകൾക്ക് കേക്ക് റീൽസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ നസീർക്ക, ഹാപ്പി ബർത്ത്ഡേ അലി ഭായ്. ആട്ടെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും കലാകാരന്മാരെ ഒരുമിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മിന്നും താരം എന്ന് പറയുന്നൊരു വലിയ പ്രോഗ്രാം ഒരുക്കാനായിട്ട് റൈറ്റൽ കാണിച്ച ഈ ഒരു മനസ്സ്, നമുക്ക് ഒത്തിരി കലാകാരന്മാരെ കിട്ടുകയാണ്. ഇതോടുകൂടി ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഈ മനോഹരമായ വേദിയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു നസീർക്ക, താങ്ക് യു പിഷു, എല്ലാവിധ ആശംസകളും. ഞാൻ ഈ സംഘടനയിൽ അംഗമാണ്. അതുകൊണ്ട് അങ്ങനെ പുറത്തുനിന്ന് വന്ന ഒരാളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടതല്ല. ഈ പറഞ്ഞതുപോലെ മറ്റൊരു തിരക്കിന്ന് വന്നു പോയതുകൊണ്ട് മാത്രമാണ് ഇവിടെ മുഴുവൻ സമയം നിൽക്കാൻ പറ്റാതെ പോകുന്നത്. അതിന് സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും മാപ്പ് ചോദിക്കുന്നു. ഗംഭീരമാകട്ടെ ഈ പരിപാടി. നന്മകൾ നേരുന്നു. താങ്ക് യു. നസീർക്കയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു ഡെഡിക്കേഷനാണ് നസീർക്കയ്ക്ക് വേണ്ടിയിട്ട്. നസീർക്ക് ഇത് കാണണം. അതെ, നസീർക്കയ്ക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. വിപിൻ പാലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിപിൻ പാൽ. നമസ്കാരം. ഇതൊരു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് ആയിരുന്നു. ഇത്ര നേരം ഞാൻ അവിടെ ഇരുന്ന് പ്രോഗ്രാം കാണുമായിരുന്നു. മിമിക്രിയിൽ ഞാൻ കണ്ട സിനിമയിൽ അല്ലെങ്കിൽ മിമിക്രിയിൽ കുഞ്ഞു കാലുകൾ മുതൽ ഞാൻ കണ്ട മുഖങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ 2 ഐറ്റം മാത്രം നമ്മുടെ സ്വന്തം നമ്മുടെ സ്വകാര്യ അഹങ്കാരം മമ്മൂക്കയുടെ ശബ്ദം ഞാനൊന്ന് അനുകരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ ഭ്രമയുഗം എന്ന സിനിമയിലുള്ള ആ ഒരു ഡയലോഗ് ഒന്ന് അനുകരിക്കുകയാണ്. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് തരാൻ പറ്റുമോ? വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എൻ്റെ മനക്കിലേക്ക് സ്വാഗതം. വിരഹതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താഴുമ്പോൾ പകിടകൾ തന്നെയാണ് നല്ലത്. നിനക്ക് 2 തവണ വിധി പടയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് ഭ്രമയുഗ, കലിയുഗത്തിൻ്റെ ഒരു അപഭ്രംശം. താങ്ക് യു. അദ്ദേഹത്തിൻ്റെ മകൻ ദുൽഖർ സൽമാൻ, അദ്ദേഹത്തിൻ്റെ വോയിസ് ജസ്റ്റ് ഒന്ന് അനുകരിക്കാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലീസ്. ഹലോ, നിങ്ങളിപ്പോൾ താമസിക്കുന്ന മുറിയിൽ പണ്ട് പാർത്തിരുന്നൊരു പാവൻ ചിന്ന നിങ്ങൾ ബജാറാവില്ലേ? നമ്മളെന്ന് കളറാക്കാൻ പറഞ്ഞു. എൻ്റെ ഡോക്ടറെ ഒരു പ്രതീക്ഷയില്ലാതെ മറ്റുള്ള വിധത്തിലേക്ക് ഇടിച്ചു കയറി നമ്മളില്ല സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരെ കണ്ണിലുണ്ടാവുന്ന ഒരു പ്രകാശമുണ്ട്. അതിൻ്റെ ഒരു തെളിയില്ല നമ്മളിങ്ങനെ ജീവിച്ചു പോയി. പനി പിടിച്ചപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കൂടെ 2 പെൺകൊച്ചുകളുണ്ടായിരുന്നെങ്കിലും ഒരാൾ കൂടി പനി കൊടുക്കാൻ. മമ്മൂക്കയുടെ ഡയലോഗ് നമുക്ക് പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മമ്മൂക്കയുടെ ഡയലോഗ് നമുക്ക് ഇഷ്ടമാവുക, മമ്മൂക്കയുടെ ശബ്ദം ഒന്ന് ഇടറിയാൽ നമ്മുടെ കണ്ണ് നിറയും അല്ലേ. അപ്പോൾ അങ്ങനെ കഥ പറയുമ്പോൾ എന്നൊരു സിനിമയിൽ മമ്മൂക്കയുടെ ഒരു ക്ലൈമാക്സ് ഡയലോഗ് ഉണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് അനുകരിക്കാം, ഒന്ന് ശ്രമിക്കുകയാണ്. നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും. എനിക്കുമുണ്ടായിരുന്നൊരു കുട്ടിക്കാലം. മഴ പെയ്യുമ്പോൾ വാഴയില വെട്ടിപ്പിടിച്ച് വന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, കാതിൽ ചുവന്ന കല്ല് വെച്ച് കടുക്കനിട്ട എൻ്റെ ബാലൻ, എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായി പറഞ്ഞതവനായിരുന്നു.
അവനിലൂടെ ഞാൻ സ്വപ്നം കണ്ടത്. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അവനായിരുന്നു. ഒടുവിൽ സിനിമ പഠിക്കാൻ മദ്രാസിലേക്ക് പുറപ്പെടുമ്പോൾ കാതിലെ കടുക്കൻ വിറ്റ കാശുമായി ബാലടുത്തേക്ക് വന്നു. നിറകണ്ണുകൊണ്ട് ഞാൻ ചോദിച്ചു, ബാല, ഞാൻ എങ്ങനെയാണ് കടങ്ങൾ? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. എന്നെങ്കിലും ഒരിക്കൽ ആരെങ്കിലും ഒരാൾ ഒരു സഹായം ആവശ്യപ്പെട്ട് നിന്നെ തേടി വരുമ്പോൾ നിനക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നീ എന്നെ ഓർത്താൽ മതി. താങ്ക് യു ബിബിൻ ബാൽ, നന്നായിരുന്നു കേട്ടോ. വെൽ ഡൺ. താങ്ക് യു. നസീർക്ക ഇഷ്ടപ്പെട്ടോ? കാരണം പിഷാരടിക്കും നസീർക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മമ്മൂക്കയുടെ ഒരുപാട് വേർഷൻസാണ് നമ്മൾ കണ്ടത്. ഇനി കഴിഞ്ഞ ദിവസം ഓൺലൈൻ ഇത് കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഡയലോഗ്. ഭയങ്കര രസമായിട്ടുണ്ട്. എന്തായാലും നേരിട്ട് കാണാൻ പറ്റിയതിൽ ഭയങ്കര റിപ്പോർട്ടർ സന്തോഷം. ചാനലിൽ ഗംഭീരമായിട്ടുണ്ട്. കാര്യം അതിഭാവുകത്വം ഇല്ലാതെയാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ. നമ്മൾ മിമിക്രി ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, കുറച്ച് കൂട്ടുമല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കൂടുതലിടുമല്ലോ. അതൊന്നും ഇല്ലാതെ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ആരാ ഇതൊക്കെ പറഞ്ഞത്? അതെ, മിമിക്രിയുടെ കുലപതിയാണ് പറഞ്ഞത്. വലിയ അവാർഡാണ്. അപ്പോൾ അതിലേറെ സന്തോഷം തൊട്ടിപ്പുറത്തിരിക്കുന്നത് ജീവിതത്തിൽ എന്നെ ആദ്യമായിട്ട് മിമിക്രിയിൽ വലിയൊരു വേദിയിൽ കൊണ്ടുവന്ന ഒരാളാണ് രമേശ് ചേട്ടൻ. ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല, ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്റ്റേജിൽ ഞാൻ കയറുന്നത് രമേശ് ചേട്ടൻ തന്നിട്ടുള്ള ചങ്ങനാശ്ശേരി ഒരു ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഒരു പ്രോഗ്രാമിൽ. ഓർമ്മയുണ്ടോ? അപ്പൊ ഇവനല്ലേ വളർത്തിക്കൊണ്ട് വരുന്ന ഇപ്പോഴാ അറിഞ്ഞ്. അല്ല അല്ല ഇവനാ കേട്ടോ. അല്ല, അത് നസീർക്ക് പറയുമല്ലോ. നസീർക്കയുടെ ഇടക്കാലത്ത് ഞാൻ വിളിച്ചിട്ട് പറയുവേ, നസീർക്ക് മിമിക്രിയുടെ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ച ആളാണ്. നിങ്ങൾ ഒരിക്കലും ഇത്ര ലക്ഷം രൂപയെക്കുറിച്ച് പരിപാടിക്ക് പോകരുത്, നിങ്ങൾ നിങ്ങളുടെ ഡിമാൻഡ് കുറയ്ക്കരുത് എന്ന് ഞാൻ പറയുമായിരുന്നു. സ്ഥിരം മോട്ടിവേറ്റ് ചെയ്യും. ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ കളി എനിക്ക് മനസ്സിലായടാ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ചൂടായി. എന്താ വെച്ചാൽ പുള്ളിയുടെ റേറ്റ് കേൾക്കുമ്പം പറ്റാത്ത കമ്മിറ്റിക്കാർ എനിക്കാണ് പരിപാടി തരുന്നത്. അങ്ങനെ എനിക്കിഷ്ടം പോലെ പരിപാടി കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ പുള്ളീനെ മോട്ടിവേറ്റ് ചെയ്ത് വലിയ തുകയെ നിർത്തിയിട്ട് ചെറിയ തുകയ്ക്ക് ആ പരിപാടി മുഴുവൻ ഞാൻ പിടിച്ച് ഒരുപാട് കാലം ജീവിച്ചു. അത് എത്ര ചെറിയ തുകയ്ക്കും പിടിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് പരിപാടിയില്ല. അതാണ് അല്ല എൻ്റെ കാര്യം. അല്ല, ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എടുത്ത് നോക്കിയപ്പോൾ കോട്ടയം നസീർക്കയുടെയും നമ്മുടെ മഹേഷ് കുഞ്ഞുമോൻ്റെയും ഫോട്ടോ ഇട്ടിട്ട് ഇതിലാരാണ് പുലി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആൾക്കാരിങ്ങനെ വരുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ കോട്ടയം നസീർക്കാണ് ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അതിനകത്തുനിന്ന് ടിനി ടോമിന്റെ പേര് മാറ്റിയത് എന്തിനാണ്? അതെ, അത് പറയൂ.